ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, +1 ക്ലാസ്സിലെ 3rd യൂണിറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ആനന്ദ് കി ഫുൽച്ചടിയ. അനന്ത് ഗോപാൽ ശേവടെയാണ് എഴുതിയത്. ആ പാഠഭാഗം കോൺവെർസേഷൻ ചോദിക്കുന്നതാണ്. പാഠം പരീക്ഷയ്ക്ക് ഏറ്റവും നല്ലതാണ്. അതിൽ ഡയറിയും ഉണ്ട് 1-2 പക്ഷേ ഏറ്റവും നല്ലത് കോൺവെർസേഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അതിൻ്റെ പകുതി ഭാഗം പഠിച്ചതാണ്. അവിടെ നിന്നുള്ള 2 കോൺവെർസേഷനാണ് ഇന്ന് എഴുതിയിരിക്കുന്നത്. നോക്കിയിരിക്കണം. പരീക്ഷയ്ക്ക് വരെ നോക്കി ക്വസ്റ്റ്യൻ വായിക്കാം. ഏക ബൂഢ ആദ്മി സെമീൻ ഖോദ് രഹാഥ. ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ തറയിലെ കുഴി കുഴിച്ചുകൊണ്ട് ഇരുന്നു. ബഹാംസെ ഏക് നൗജവാൻ ഗുസർ രഹാഥ. ആ വഴി ഒരു ചെറുപ്പക്കാരനായ ആൾ എന്ത് ചെയ്തു? ഗുസർ എന്ന് വെച്ചാൽ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഈസ് ദോനം കി ബീച്ച് വാർത്താലാപ് ലിഖെ. അവർ രണ്ടുപേരുടെയും ഇടയിലുള്ള സംഭാഷണം എഴുതുക. ആൻസർ നോക്കിയേ. നൗജവാൻ: നമസ്തേ ബാബ, ആപ് ക്യാ കർ രഹേ ഹൈ. നമസ്തേ, താങ്കളെ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബുഡാദ്മി പറഞ്ഞു, നമസ്തേ മേം നെ സെമീൻ ഖോദ് രഹാഹും. ഞാനിവിടെ സെമീൻ എന്ന് വെച്ചാൽ തറ കുഴിച്ചു കൊണ്ടിരിക്കുകയാണ്. നൗജവാൻ: ക്യോം, എന്തിനെ? ബുഡാദ്മി പറഞ്ഞു, ഏക് ബീജ് ബോനക്കേലിയെ. ഒരു വിത്ത്, ബീജ് എന്ന് വെച്ചാൽ വിത്ത്, ബോന വിതയ്ക്കുകയാണ്, ഇവിടെ ഒരു വിത്ത് നടാൻ വേണ്ടി. അത് കേട്ട് നൗജവാൻ ചോദിച്ചു, ക്യാ ബീജ്, എന്ത് ബീജാണ്? അത് കേട്ട് ബുഡാദ്മി പറഞ്ഞു, ആം കി ഗുഡലിയ, മാങ്ങയുടെ വിത്താണ് എന്ന് പറഞ്ഞു. നൗജവാൻ: ഇസ് ഉമ്രമേ, ഈ പ്രായത്തിലോ? ഇസ്കാ ഫൽ കബ് കാവുങ്കെ. ഇതിൻ്റെ ഫലം താങ്കൾ എപ്പോഴാണ് കഴിക്കുന്നത്? എന്നുവെച്ചാൽ പ്രായം അധികമായി, ഇതിൻ്റെ ഫലം താങ്കൾക്ക് എപ്പോൾ കഴിക്കാൻ കിട്ടും എന്ന്. ബുഡാദ്മി പറഞ്ഞു, മേരെ ലിയെ നൈ, എനിക്ക് വേണ്ടിയല്ല. തും തോ കാ സഗോങ്കെ, നിനക്കിത് കഴിക്കാൻ കഴിയുമല്ലോ എന്ന്. എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി, അതാണ്. നൗജവാൻ: മുച്ചേ ഖാനക്കിലിയെ, എനിക്ക് കഴിക്കാൻ വേണ്ടിയോ? ബൂഢാദ്മി: ഹാം, അതെ. മേരെ തുമാരെ നാത്തി പോത്തെ തോ ഖായെങ്കി. എൻ്റെയും നിൻ്റെയും പേരക്കിടാങ്ങൾക്കും കഴിക്കാമല്ലോ എന്ന്. നവജവാൻ പറഞ്ഞു, ആപ്കി ബാത്ത് ടീക്ക് ഹേ, താങ്കൾ പറഞ്ഞ കാര്യം ശരിയാണ്. ബൂഢാദ്മി: ദേഖോ, നോക്കിയേ. വഹ അമരായി മേരെ ദാദാക്കോ ലഗായ്, ദാദാനെ ലഗായ്. ആ അമരായി എന്ന് വെച്ചാൽ മാവിൻ തോട്ടങ്ങൾ എൻ്റെ മുത്തച്ഛനാണ് നട്ടത്. ഉസ്കെ ഫൽ മേനെ ഖായെ, അതിൻ്റെ ഫലം ഞാനാണ് കഴിക്കുന്നത്. നൗജവാൻ: ആപ് സച്ച് കഹത്തി ഹേ, താങ്കൾ സത്യമാണ് പറഞ്ഞത്. ബുഡാദ്മി: ഹം ദൂസരോं के लिए सोचेंगे, നമ്മൾ മറ്റുള്ള ആൾക്കാരെക്കുറിച്ച് ചിന്തിക്കണം. നൗജവാൻ: ആപ് ഏക പുണ്യ പ്രവൃത്തി കരെങ്കെ, താങ്കളൊരു പുണ്യമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അത് കണ്ട് ബുഡാദ്മി ടേക്ക് ഹേ, ശരിയെന്ന്. അത് ആദ്യത്തെ കഥയിലെ കോൺവെർസേഷനാണ്. ഇനി രണ്ടാമത്തെ കഥാഭാഗത്തിൻ്റെ ആ കോൺവെർസേഷൻ, രണ്ടാമത്തെ ആ സംഭ്രാന്ത മകളുടെ സ്റ്റോറി, ആ ഭാഗത്തെ കോൺവെർസേഷനാണ് അടുത്തതെന്ന്. ഓക്കെ, വായിക്കാം. ഏക സംഭ്രാന്ത മഹിളാനെ റെയിൽഗാഡി की खिड़की से बाहर ബീജ് ഫേങ് റഹി ഹേ. ഒരു സംഭ്രാന്ത മഹിള ട്രെയിനിലെ കിടക്കി വഴി വെളിയിലേക്ക് ബീജുകൾ, വിത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കണ്ടൊരു സഹയാത്രിയും മഹിളയുടെയും ഇടയിലുള്ള കോൺവെർസേഷനാണ്, അല്ലെ സംഭാഷണമാണ് എഴുതിയിരിക്കുന്നത്. നോക്കിയിരിക്കണേ. സഹയാത്രി: അരേ നമസ്തേ, ആപ് ക്യാ കർ രഹേ ഹായ്. നമസ്തേ, താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് കേട്ട് മഹിള മേ, ഞാൻ എന്ന് അവർക്കൊരു സംശയം, അതാണ് ഡോട്ടിട്ടേക്കുന്നത്. സഹയാത്രി: ഹാം ഹാം, അതെ അതെ. മഹിള: തുച്ഛ ദേക്ക് നഹി, നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ എന്ന്. യാത്രി പറഞ്ഞു, ഇസിലിയെ തോ പൂച്ചത്താ ഹോം, അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. മഹിള പറയാണ്, യേ തോ ബീജ് ഹേ, ഇത് കുറച്ചെന്താണ്? ബീജാണ്, വിത്താണ്. യാത്രി: കിസ്ക ബീജ് ഹേ, എന്തിൻ്റെ ബീജാണ്, വിത്താണ്? മഹിള: കുച്ച് ഫലവും ആർ ഫൂലോം കെ ബീജ് ഹേ, കുറച്ച് ഫലങ്ങളുടെയും പൂക്കളുടെയും വിത്താണ്. അത് കേട്ട് യാത്രി ചോദിച്ച്, ഇസ്കോ കിഡ്കി സേ ക്യോം ഫേങ്ക്തേ, ഇതിനെ എന്തിനാണ്, കിഡ്കി എന്ന് വെച്ചാൽ ജനൽ വഴി, എന്തുകൊണ്ട് നിങ്ങൾ ഭേങ്കിന എറിയുകയും ചെയ്യുന്നു? അത് കേട്ട് മഹിള പറയാണ്, ഇൻ മേൻസെ കുച്ച് ഫി അഗർ ജഡ് പകട് ലേങ്കെ തോം ലോഗോം കാ കുച്ച് ഫായിദ ഹോങ്കെ. ഇൻ മേൻസെ, ഇതിലെ, കുച്ചെന്ന് വെച്ചാൽ കുറച്ച് എന്തെങ്കിലും, ജഡ് പകടെന്ന് വെച്ചാൽ വേര് പിടിക്കുകയാണ് എങ്കിലേ, അതുകൊണ്ട് ജനങ്ങൾക്ക് കുറച്ച് ഫായിദ, പ്രയോജനം കിട്ടുമല്ലോ. യാത്രി ചോദിക്കുകയാണ്, ഫായിദ കിസ് പ്രകാർ, അത് ഫായിദ, പ്രയോജനം ഏത് രീതിയിലാണ് എന്ന്. മകള പറഞ്ഞ്, ഫൂലെങ്കെ ഫലെങ്കെ, പൂക്കൾ കിട്ടും, പിന്നെന്തെയും ഫലെങ്കെ, ഫലങ്ങൾ, അതായത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുമ്പോൾ. യാത്രി: കബ്, എപ്പോഴാണിത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് എന്ന്. മകൾ പറയാണ്, മേം ഇസേ രാസ്തേസെ ഗുസരും യാ ന ഗുസരും പതനയെ, ഞാൻ ഈ രാസ്ത വഴിയിൽ കൂടി ഇനിയും കടന്നു പോവോ ഇല്ലയോ എന്നെനിക്ക് അറിയില്ല. യാത്രി ചോദിക്കുകയാണ്, ആപ്കോ ഇസ്സേ ക്യാ പ്രയോജനം മിലേഗ, ഈ പ്രവൃത്തി കൊണ്ട് താങ്കൾക്ക് എന്ത് പ്രയോജനമാണ് കിട്ടുന്നത്? അത് കേട്ട് മകളെ പറഞ്ഞു, മേരെ ലിയെ നഹി ആപ് ലോകോം കെ ലിയെ, എനിക്ക് വേണ്ടിയല്ല, താങ്കളെപ്പോലുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത്, അല്ലേ? അത് കേട്ട് യാത്രി പറയാണ്, ആപ്
ദൂസറം കെ ജീവൻ മേം ആനന്ദ് ഫൈലാനെ കെ ലിയെ സാഹിത്യ ഹേ. താങ്കൾ മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ ആനന്ദം വ്യാപിക്കുക അല്ല പരക്കുക, ആനന്ദം വ്യാപിപ്പിക്കാൻ വേണ്ടി ചാഹെന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നു എന്ന്. താങ്കൾ മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ് യാത്രികൻ. അത് കേട്ട മകളെ പറഞ്ഞു ടീക്കിഹേ ശരിയാണ്. ആപ്പ് ഫി കുച്ച് ബീജ് ഫേങ്കിയെ. താങ്കളും കുറച്ച് ബീജ വിത്ത് എറിഞ്ഞാലും എന്ന് പറഞ്ഞു. യാത്രി പറഞ്ഞു ഹാം ദീജിയെ. അതെ തന്നാലും. അങ്ങനെ നമ്മൾ പഠിച്ച 2 കഥയിൽ നിന്നുള്ള കോൺവെർസേഷനാണ്. മൂന്നാമത്തെ ഒരു കഥയും കൂടെ പഠിച്ചായിരുന്നു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ. അത് കോൺവെർസേഷൻ വരില്ല, അത് സംക്ഷേപം അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ, അത് രണ്ടിനാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ വെച്ച് നിർത്താം. അടുത്ത ക്ലാസ്സിലെ ബാക്കി ടെക്സ്റ്റിൻ്റെ പോർഷൻ പഠിപ്പിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, മറ്റുള്ള കുഞ്ഞുങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.